ചിന്ന ചിന്ന ആസൈ കണ്ടു. വർഷ വാസുദേവാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. അപ്പോൾ ഇന്ന് ഈ മലയാളം റൊമാന്റിക് ഡ്രാമ സിനിമയെ കുറിച്ച്. കാശിയിൽ വന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു തമിഴ് സ്ത്രീയും ഒരു മലയാളം മാഷും തമ്മിലുണ്ടാകുന്ന ഒറ്റ ദിവസത്തെ ആത്മബന്ധത്തിന്റെ കഥയാണ് ഈ പടം പറയുന്നത്. ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ മ്യൂസിക്കൽ ഡ്രാമയാണ് ഈ പടം. നല്ല രസമായിട്ടാണ് പടം തുടങ്ങിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പടം എന്നൊരു ഫീൽ ആയിരുന്നു. നല്ല ക്യാരക്ടേഴ്സ്, അവർ തമ്മിലുള്ള നല്ലൊരു കെമിസ്ട്രി ഒക്കെ ആയിട്ട് കുറച്ച് പതിയെ ആണെങ്കിലും ഇന്റർവെൽ വരെ ഒരു നൈസ് പടം എന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫ്, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ പടിക്കൽ കൊണ്ട് കലമുടച്ചു എന്ന അവസ്ഥയിൽ പ്രെഡിക്റ്റബിൾ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് മൊത്തത്തിൽ എനിക്കൊരു ഓക്കേഷ് ഫീലാണ് പടം തന്നത്. കാരണം നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു, അവരോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. സോ ആ കഥാപാത്രങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള നീതി അർഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. പടം മോശമാണെന്നല്ല, ഞാൻ പറഞ്ഞ പോലെ ആ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടമായി. സംവിധായിക ഉദ്ദേശിച്ചത് ഇതുവരെ കിട്ടാത്ത സന്തോഷത്തോടെയുള്ള മടക്കം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് വളരെ ഓൾഡ് സ്കൂൾ ക്ലീഷേ ചിന്താഗതിയായിട്ടാണ് അത് തോന്നിയത്. എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പടം വളരെ സ്ലോ ആണ്, അങ്ങനെ വലിയ പുതുമയുള്ളൊരു പ്രമേയവുമല്ല. എങ്കിലും ഈ ക്യാരക്ടേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ട്, അത് അഭിനയിച്ച ആൾക്കാരുടെ മികച്ച പെർഫോമൻസുകൾ കൊണ്ട് പടം ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നമുക്ക് തോന്നും. ഇതിലാണെങ്കിൽ തമിഴ്, ഹിന്ദി, മലയാളം എല്ലാം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നില്ല. പടത്തിന് മൊത്തത്തിൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. പറയാതെ ഒളിച്ചു വെച്ച ഫീലിംഗ്സും മ്യൂസിക്കും, അതാണ് അതിന്റെ ലാംഗ്വേജ് എന്ന് പറയാം. നല്ല മ്യൂസിക് പടത്തിന്റെ പോസിറ്റീവ് തന്നെയാണ്. ഒരു സാധാരണ കഥയിലെ ഗംഭീര പെർഫോമൻസുകളാണ് പടത്തിന്റെ മറ്റൊരു വലിയ പോസിറ്റീവ്. ഇന്ദ്രൻസ് ചേട്ടന്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഏത് റോളും അവിടെ ഓക്കെയാണ്. ഇതിലെ മാഷ് കഥാപാത്രം ഇന്ദ്രൻസ് ചേട്ടന് കേക്ക് വോക്ക് ആയിരുന്നു. മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സീനിൽ ഒരു ഇമോഷണൽ ആയിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്, ഭയങ്കര രസമുണ്ടായിരുന്നു. രണ്ടാം വരവിൽ മറ്റു പല ഭാഷകളിലും കുറച്ച് ഓവറായിട്ട് അഭിനയിച്ചിട്ടുള്ള മധുബാലയുടെ മിതത്വമുള്ള പെർഫോമൻസ് ആയിട്ട് ഇതിൽ തോന്നിച്ചു. അല്പം കൃത്രിമത്വം എവിടെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. എങ്കിലും അവസാനം എത്തുമ്പോൾ നമുക്ക് ലീല എന്ന കഥാപാത്രത്തെ ഇഷ്ടമാവും. സ്വന്തം വോയിസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ബ്യൂട്ടിയും ഉണ്ടായിരുന്നു. അപർണ ബാലമുരളി ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രമാണ്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിക്രമിലൊക്കെയുള്ള ജാഫർ സാദിഖ് ചെറുതാണെങ്കിലും നല്ലൊരു റോളിൽ വരുന്നുണ്ട്. ഒറ്റ സീനിലുള്ളായിരുന്നുവെങ്കിലും വിഷ്ണു അഗസ്ത്യ ഗംഭീര പെർഫോമൻസ് ആണ്. കണ്ണ് നനയിച്ചിട്ട് പോയി എന്ന് തന്നെ പറയാം. എങ്കിലും പറയാതെ വയ്യ, ആ ക്യാരക്ടർ ആണെങ്കിലും തമ്പീരാമയ്യ അവതരിപ്പിച്ച ക്യാരക്ടർ ആണെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും കഥയിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ടെക്നിക്കലി ഫൈസ് സിദ്ദിഖിന്റെ ക്യാമറ നല്ലതാണ്. വിഷ്വലുകൾ നല്ല റിച്ച് ആയിരുന്നു. ലൊക്കേഷന് ഭയങ്കര ഭംഗിയായതുകൊണ്ട് തന്നെ നമുക്ക് വാരണാസിയിൽ പോകാനുള്ള ഒരു ഫീൽ തോന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. റെക്സൺ ജോസഫാണ് ഇതിന്റെ എഡിറ്റിംഗ്. പിന്നെ ഇതൊരു മ്യൂസിക്കൽ ഫിലിമാണ്. ഗോവിന്ദ് വസന്ത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപർണ ബാലമുരളിയുടെ ആ ഒരു ഡാൻസ് സോങ്, പാട്ട് മോശമാണെന്നല്ല, പക്ഷെ അതൊഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും കഥയുമായിട്ട് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് പറയാം. ഈ നെഗറ്റീവ്സ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിന്റെ ക്ലൈമാക്സ് തന്നെയാണ് പറയാനുള്ളത്. ഓൾറെഡി ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ആ പോക്കിൽ തന്നെ ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതുപോലെ തന്നെ സംഭവിച്ചു. സോ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാറിയേനെ. സോ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്തു. ഇവരുടെ നടത്തം തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഓവറായി. ഞാനിങ്ങനെ ആലോചിച്ച്, പണ്ട് ഒരു കൂട്ടുകാരൻ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ എറണാകുളം ടൗൺ ചുറ്റി കാണിക്കാമെന്ന് പറഞ്ഞ് ബസ്സും ഓട്ടോയൊന്നും വിളിക്കേണ്ട, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് ഒരു 2-3 മണിക്കൂർ എറണാകുളം സിറ്റി മുഴുവൻ നടത്തിച്ചു. ലാസ്റ്റ് വെയിലൊക്കെ കൊണ്ട് നടന്ന് മടുത്ത് ക്ഷീണിച്ചൊരു പരുവായിരുന്നു. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ നടത്തം കണ്ടും എനിക്ക് അതാണ് തോന്നിയത്. വെറുതെ ആണോ ക്ലൈമാക്സ് അങ്ങനെ ആയിപ്പോയത്? ഒരു 25K സ്റ്റെപ്സ് കംപ്ലീറ്റഡ് എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കഥ എങ്ങനെ കൊണ്ട് തീർക്കണം എന്ന ഐഡിയ ഡയറക്ടർക്കുണ്ട്. സോ സെക്കൻഡ് ഹാഫിൽ ബാക്കിയുള്ള ഭാഗം വാരണാസി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്ന മട്ടില് കുറച്ച് നീട്ടിയതുപോലെ തോന്നി. സോ പടത്തിന് ലെങ്തും കുറച്ച് കൂടുതലാണ്. ഇതിൽ അപർണ ബാലമുരളിയുടെ സോങ്, മറ്റു കുറേയധികം സീനുകൾ, ചില റിപ്പീറ്റഡ് ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ തന്നെ ഒരു 1.25 മണിക്കൂറിൽ താഴെ പടം നിർത്താമായിരുന്നു. ഇത്ര നീളം ഉള്ളത് കൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർക്കും ഇത് നല്ല ബോറായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. എല്ലാറ്റിലും ഉപരിയായിട്ട് കുറച്ചുകൂടി പുതുമയുള്ള രീതിയിൽ കഥ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്നും തോന്നി. സോ മൊത്തത്തിൽ ഒരു ഓക്കേഷ് പടമാണ്. ഒരുപക്ഷെ എനിക്ക് പെരിയ പ്രതീക്ഷകൾ പടത്തെക്കുറിച്ച് ഉണ്ടായിരുന്നുകൊണ്ടാവാം സിനിമ അത്രയും എത്താതെ ചിന്ന ചിന്ന ആശയായി തന്നെ നിന്നു എന്ന് തോന്നി. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണാം. 2 മണിക്കൂർ 17 മിനിറ്റ് ആണ് റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.